ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റായ ഹാർമണി ഓഫ് മാർവെൽസിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ എ റോബോട്ട് വിത്ത് എ വൈറസ്. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ് ഉള്ള ഒരു റോബോട്ട്. ഇത് എഴുതിയത് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അതൊരു നല്ല വെയിലുള്ള രാവിലെയായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ്. വൈബ്രൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഊർജ്ജസ്വലമായിട്ടുള്ള ഗോൾഡൻ സൺലൈറ്റ്, സ്വർണ്ണ നിറമുള്ള സൂര്യപ്രകാശം. ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. തെരുവിന് കുറുകെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അപ്പോൾ എന്താ, വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് അതെന്താണ്, പല വർണ്ണങ്ങളിലുള്ള ഹ്യൂസിൻ്റെ അർത്ഥം നിറമെന്നാണ്, പ്രകാശം പരത്തിയിരുന്നു. ദെയർ വാസ് ക്രിപ്സ് ആൻഡ് റിഫ്രഷിങ്. അപ്പം അന്തരീക്ഷം എങ്ങനെയാണ്, വളരെ നല്ല ക്രിസ്പ് എന്ന് പറഞ്ഞാൽ തണുത്തതും അതുപോലെ വളരെ ഉന്മേഷം നിറഞ്ഞതുമായിരുന്നു. റിഫ്രഷിങ്, ഉന്മേഷം. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റൂഫിൻ്റെ മുകളിൽ വെക്കുന്ന ഗ്ലാസ് വിൻഡോയാണ്. അതായത് അതുവഴി വെട്ടം വരും, പ്രകാശമകത്ത് വരാൻ വേണ്ടി വെക്കുന്ന വിൻഡോയാണ്. ഓടിട്ട വീടുകളിലൊക്കെ പണ്ട് സാധാരണ അങ്ങനെ കാണുമായിരുന്നു, ഒരു ഗ്ലാസ് വെക്കും. അതുവഴി നമുക്ക് പുറത്തുള്ള പ്രകാശമൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ അകത്ത് കിട്ടും. അപ്പോൾ എന്താ, ദ സൺ ബീംസ് എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങൾ. പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈ ലൈറ്റ്. അപ്പോൾ ഈ സ്കൈ ലൈറ്റിലൂടെ സൂര്യൻ്റെ പ്രകാശങ്ങൾ അകത്തേക്ക് വന്നു. ഈ റിക്കി എന്ന് പറയുന്ന കുട്ടിയുടെ മുറിക്കകത്തേക്ക് വന്നു. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അപ്പോൾ ഈ കുട്ടി അപ്പോഴും എവിടെയായിരുന്നു? വാസ് എന്ന് പറഞ്ഞാൽ മുമ്പേ, അപ്പോഴും കഥയല്ലേ. വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ആ കുട്ടി അപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. അപ്പോൾ ഈ റിക്കി എവിടെയാണ് താമസിച്ചിരുന്നത്? റിക്കി നല്ല ഭംഗിയുള്ള, ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്യാധുനികമായ, അതായത് എന്താണ്, വളരെ ഭാവിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുക, എങ്ങനെയുള്ള വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു അത്തരം മോഡേൺ ആയിട്ടുള്ളൊരു വീട്, എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. എന്തൊക്കെ വേണോ അവിടെ, അതെല്ലാം അവിടെ ഉണ്ട്. ആ രീതിയിൽ അത്രയും സൗകര്യമുള്ള ഒരു വീട്ടിലാണ്, ഫ്യൂച്ചറിസ്റ്റിക് വീട്ടിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ അവൻ ഭയങ്കര അലസനായിരുന്നു. സ്ലോവൻലി എന്ന് വെച്ചാൽ അലസൻ, മടിയെന്ന്. ആ കുട്ടി സ്വഭാവം കൊണ്ട് ഭയങ്കര മടിയായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ബിലോങ്ങിങ്സ് എന്ന് വെച്ചാൽ സാധനങ്ങളാണ്. അപ്പോൾ ഈ കുട്ടി അവൻ്റെ സാധനങ്ങളെല്ലാം അവിടെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം കുട്ടിക്കുണ്ട്. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ ദി കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ വീട്ടിൻ്റെ പല കോർണറിൽ നിന്നും, പല മൂലകളിൽ നിന്നും എന്താണ് ഈ കുട്ടിയുടെ സാധനങ്ങൾ, എന്താ, പേനയായാലും പെൻസിലായാലും റബ്ബറായാലും അതുപോലെ എന്തൊക്കെയുണ്ടോ എല്ലാം, ബുക്കുകളായാലും അവിടെ വാരിയിടും. അപ്പോൾ അമ്മയ്ക്ക് ജോലിയാണ് എന്താ, എല്ലാം കളക്ട് ചെയ്ത് എടുക്കുന്നത്. അമ്മയുടെ ജോലിയായിരുന്നു. His mother, who was the manager of the bank, left in the morning for work. അപ്പോൾ അമ്മയ്ക്ക് മാനേജറായിട്ട് ജോലിയുണ്ട്. അപ്പോൾ അമ്മ രാവിലെ ജോലിക്ക് പോയി. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അപ്പോൾ എപ്പോഴും അമ്മയ്ക്ക് വീട്ടിൽ പണിയാണ്. കാര്യം ഈ കുട്ടി ഇത്രയും അലസനാകുമ്പോൾ ഇങ്ങനെ റിക്കിയെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന പണി അമ്മയ്ക്കാണ്. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി എന്താ, സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ കൊണ്ടുവച്ചേ. അതുപോലെ റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിൻ്റെ തുണികളെടുത്ത് വാഷിംഗ് മെഷീനിലിടൂ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് കഴുകിക്കേ. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. റിക്കി, നിൻ്റെ ടീഷർട്ടും ട്രൗസറും എല്ലാം അയൺ ചെയ്ത് വെക്കൂ. ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ ഇതൊന്നും ഈ കുട്ടി കേൾക്കില്ല. ഈ കുട്ടി എപ്പോഴും കളിയാണ്. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നിലും ഈ കുട്ടി സഹായിക്കത്തില്ല. But he was as excited as his parents when they bought the latest model of a butler robot. അപ്പോൾ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ, അമ്മയ്ക്ക് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു ബട്ട്ലർ റോബോട്ടിനെ, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ റോബോട്ടിനെ വീട്ടിൽ മേടിച്ചു, അച്ഛനും അമ്മയും. അപ്പോൾ അച്ഛനും അമ്മയും എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര ഒരു സന്തോഷം, ആവേശം.
അല്ലേ? പുതിയൊരു കളിപ്പാട്ടം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു യന്ത്രം നമ്മുടെ വീട്ടിൽ വരുമ്പം നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്ന ആ ഒരു കൗതുകം, അത് അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ ഈ കുട്ടിക്കും ഭയങ്കരമായിട്ട് ആവേശഭരിതനായി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അപ്പോൾ ഇത് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ റോബോട്ട് ഓഫ് ഇറ്റ് വെൻ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അപ്പോൾ ഇതെന്താ, ഈ റോബോട്ട് പോയിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി, അതുപോലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി, അയൺ ചെയ്യാൻ തുടങ്ങി, തേക്കാൻ തുടങ്ങി, വസ്ത്രങ്ങളെല്ലാം തേക്കാൻ തുടങ്ങി. ബട്ട് ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ്, അപ്പോൾ ഇതൊന്നുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലി ഈ റോബോട്ട് ചെയ്യുമായിരുന്നു. അതെന്തായിരുന്നു? പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. ഈ റിക്കിയുടെ തുണികളെല്ലാം തറയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാ ബിലോങ്ങിങ്സും അവൻ്റെ എല്ലാ സാധനങ്ങളും തറയിൽ വലിച്ചിടുന്ന ഒരു സ്വഭാവമാണ്. അമ്മയാണ് അതെല്ലാം പറക്കി എടുക്കുന്നതെന്ന്. അപ്പം ഈ റിക്കിയുടെ തുണികൾ, തറയിൽ കിടക്കുന്ന തുണികളെല്ലാം എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയും ഈ റോബോട്ട് ചെയ്തു. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം ഉടനെ തന്നെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്